ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്നുള്ളതാണ് ലാസ്റ്റ് നിർത്തിയിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ, അത് നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് അപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ടോറിസെല്ലീസ് ലോ. ടോറിസെല്ലീസ് ലോ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ആ ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത് പുറത്തേക്ക് ഒഴുകുന്ന ലിക്വിഡ്സിന്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിന്റെ പുറത്തേക്ക് ഒഴുകുന്ന തരത്തിലുള്ള ഫ്ലൂയിഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എഫ്ലക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ ആണെങ്കിൽ അതിലൊരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ആ ഓപ്പണിംഗിലൂടെ പുറത്തേക്ക് വരുന്ന ഫ്ലൂയിഡ്സിനെ നമുക്ക് എന്ത് പറയാം, എഫ്ലക്സ് എന്ന് പറയാം. അതായത് സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ഫ്രീലി ഫോളിംഗ് ബോഡിക്ക് തുല്യമാണ് എന്നുള്ളതാണ് ഏത് പറയുന്നത്, ടോറിസെല്ലീസ് ലോ പറയുന്നത്. സോ ദ സ്പീഡ് ഓഫ് എഫ്ലക്സ് is same as the speed of freely falling body. അത് നമുക്ക് പ്രൂവ് ചെയ്യണം, വെറുതെ പറഞ്ഞാൽ പോരല്ലോ, നമ്മൾ അതിനെ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. How we can prove that? So നമുക്കിവിടെ കൺസിഡർ ചെയ്യാം ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ, അതിനകത്ത് ഒരു ഫ്ലൂയിഡ് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ അതിന്റെ ഒരു ഓപ്പണിംഗ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ ഓപ്പണിംഗിലൂടെ എന്ത് ചെയ്യും, ഫ്ലൂയിഡ് പുറത്തേക്ക് ഒഴുകും. ഈ ഓപ്പണിംഗ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് y1 എന്നും ലിക്വിഡിന്റെ ലെവൽ അഥവാ ഫ്ലൂയിഡിന്റെ ലെവൽ എന്ന് പറയുന്നത് y2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ ഈ രണ്ടിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് h ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മുടെ സെക്കൻഡ് സർഫസ് ആയിട്ട് ഇതിനെ ഫസ്റ്റ് സർഫസ് ആയിട്ടും കൺസിഡർ ചെയ്യാം. ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ടായിരിക്കും, ഇതിനകത്ത് ഒരു പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ ഇവിടെയും ഒരു പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ദെൻ ഇവിടെ വെലോസിറ്റി v1 എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഇതൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത്, സെക്കൻഡ് ഭാഗത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും. v2 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും. വെലോസിറ്റി v2 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ സ്പീഡാണ് നമ്മൾ എന്തിന്റെ സ്പീഡായിട്ട് പറയുന്നത്, സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത്. സോ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് v1. നമുക്ക് എങ്ങനെ ആ v1ന്റെ വാല്യൂ കണ്ടെത്താം? അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയാലോ. അത് നമ്മൾ അതിന്റെ ഇക്വേഷൻ എഴുതാം. ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഇക്വേഷൻ എഴുതാം. നമുക്ക് എന്താണ് നമ്മുടെ ഇക്വേഷൻ, എന്താണ്, P1 plus half rho v1 square plus rho g h1 equal to P2 plus half rho v2 square plus rho g h2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, നമുക്ക് അറിയുന്ന ഇക്വേഷൻ. ഹൈറ്റ് h1 ഉം h2 ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് h1 ഉം h2 അല്ല, നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, y1 and y2 ആണുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇതിനനുസരിച്ച് ഈ ഇക്വേഷൻ ഒന്നുകൂടി മാറ്റി എഴുതാം. ഇവിടെ ഒരു കാര്യം കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, v2 എന്ന് പറയുന്നത് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ p2 ഈക്വൽ ടു p ആണെന്നും p1 ഈക്വൽ ടു pa ആണെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്ത് എഴുതണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്, p1 ഈക്വൽ ടു p ആണ് നമുക്ക് പറഞ്ഞു. അപ്പൊ pa പ്ലസ് ഹാഫ് റോ v1 സ്ക്വയർ, ഇവിടെ മാറ്റങ്ങളൊന്നുമില്ല, പ്ലസ് റോ g h1 ന്റെ സ്ഥാനത്ത് അവിടെ y1 ആണ്, ഈക്വൽ ടു p2 ഈക്വൽ ടു p ആണ്. സോ അത് p എന്നുള്ളത് ഡിനോട്ട് ചെയ്തു. ദെൻ അടുത്ത ടേമിൽ v2 0 ആണ്. സോ അത് അവിടെ ആവശ്യമുണ്ടോ, ഇല്ല. പ്ലസ് എന്താ ഉണ്ടാവുക, റോ g y2 ആണ്. ഓക്കെ, ദെൻ നമ്മൾ ആ ഇക്വേഷനെ ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. നമുക്ക് വേണ്ടത് v1 ആണ് വേണ്ടത്.
അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യണം. സോ ഞാനിവിടെ ഹാഫ് റോ v1² എന്നുള്ള ടേമിനെ ഇവിടെ നിർത്തിക്കൊണ്ട് ബാക്കി ടേമുകളെയൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ ഹാഫ് റോ v1² is equal to p, പ്രഷറിന്റെ തന്നെ അങ്ങോട്ട് എഴുതുകയാണ്. അപ്പൊ പി എന്നുള്ളത് മൈനസ് പി എന്ന് എഴുതാം, പ്ലസ് റോ ജി y2 മൈനസ് റോ ജി y1. അപ്പൊ ഇതിലെ p മൈനസ് പി എ പ്ലസ് റോ ജി y2 മൈനസ് y1. y2 മൈനസ് y1 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നമുക്ക് ആ ഡിഫറൻസ് ആ ഒരു ഇതിൽ നോക്കിയേ, എന്താണ്? ഇതാണ് y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? h ആണ്. സോ അത് ആ ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടി മാറ്റി എഴുതാം. സോ ദാറ്റ്സ് ഈക്വൽ ടു p മൈനസ് പി എ പ്ലസ് റോ ജി എച്ച്. ഇതെന്താണ്? ഹാഫ് റോ v1². നമുക്ക് വേണ്ടത് v1 ആണ്. അപ്പൊ വീണ്ടും ആ ഇക്വേഷനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പൊ അതിനെ ചേഞ്ച് ചെയ്യണം നമ്മൾ ഇക്വേഷന്റെ 2 അങ്ങോട്ട് എടുത്തു, ദെൻ റോനെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ v1² is equal to എന്ന് എഴുതാണ് ഞാൻ. അപ്പൊ v1² equal to എന്ന് എഴുതുമ്പോ 2 into p minus pa plus rho g h by rho ഇങ്ങനെയല്ലേ വരാം. ദെൻ നമ്മൾ ഒന്നും കൂടി ചേഞ്ച് ചെയ്യാണ്. അപ്പൊ ഇതില് ജസ്റ്റ് നമ്മൾ v is equal to എന്ന് എഴുതാം. v equal to എന്ന് വരുമ്പോ ഇവിടെ എന്താ വരിക? റൂട്ട് ഓഫ് 2 into p minus pa plus rho g h by rho. ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് ഇക്വേഷൻ ആയി. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞതായോ? നമ്മൾ എന്താ പറഞ്ഞത്? സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ഫ്രീലി ഫോളിംഗ് ബോഡിക്ക് തുല്യമാണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Okay, so we want to prove that v1 must be equal to the speed of freely falling body. What is the speed of freely falling body? √2gh ആണെന്നുള്ളത് നമുക്കറിയാം. സോ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാൻ ഒരു കണ്ടീഷൻ, ഇതുവരെ നമ്മുടെ ഇക്വേഷൻ ഓക്കെ, ഇതുവരെ ആയി, നമ്മുടെ ഇക്വേഷൻ ആയി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാണ്. എന്താ കൺസിഡർ ചെയ്യുന്നത് വെച്ചാല് നമ്മൾ പറയാണ് if that container is an open one. ആ കണ്ടെയ്നർ ഓപ്പൺ ആണെങ്കിൽ, കണ്ടെയ്നർ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നതിന്റെ ഈ മുകൾ ഭാഗം എന്താണ്? ഓപ്പൺ ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയല്ലേ? സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ this P must be equal to എന്തായിരിക്കണം? PA ആയിരിക്കണം. എപ്പോ? if the tank or the container is open ആണെങ്കിൽ. Okay, so P equal to PA. P equal to PA എന്ന് പറഞ്ഞാൽ ഈ ടേം എന്താണ്? 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ v1 equal to root of 2 rho gh by rho ആണ്. rho becomes cancels. Then ബാക്കി അവിടെ ഉണ്ടാവും എന്താണ്? v1 equal to root 2gh. So from this equation we can say that the speed of efflux is equal to the speed of freely falling body. Okay, clear ആണല്ലോ? അപ്പോൾ ഇതാണ് ഇവിടെ ടോറിസെല്ലീസ് ലോയുടെ പ്രൂഫ് എന്ന് പറയുന്നത്. നമ്മൾ ആ ലോ പറഞ്ഞത് എന്താണ്? സ്പീഡ് ഓഫ് എഫ്ലക്സ് എന്ന് പറയുന്നത് which is equal to the speed of freely falling body ആണ്. അപ്പൊ അത് എന്ന് പറയുന്നത് v1 is equal to √2gh ആണ്. നമ്മൾ അതിനെ പ്രൂവ് ചെയ്യാണ് ഇവിടെ ചെയ്തത്. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് അതിന്റെ അടുത്ത അപ്ലിക്കേഷൻസിലേക്ക് പോകാം. അടുത്ത അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വെഞ്ചുറി മീറ്റർ എന്നുള്ളതാണ്. സോ വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് എത്രയാണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്.
അപ്പോൾ അതില് നമ്മൾ ആ ഒരു എക്യുപ്മെന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ചിലപ്പോ നമുക്ക് ഈ ഒരു എക്യുപ്മെന്റ് കാണിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു യു ഷേപ്ഡ് ട്യൂബ്, ഒരു യു ഷേപ്ഡ് ട്യൂബ്, ദെൻ അതിലൂടെയാണ് നമ്മുടെ ലിക്വിഡിന്റെ കേസ് പറയുന്ന പോലെ ഇവിടെ ഇങ്ങനെയുള്ള ഒരു ട്യൂബ് ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലും എന്ത് കാണാറുണ്ട്, ഈ ഒരു ഫിഗർ കാണാറുണ്ട്. അപ്പൊ ഇതിന് പകരം ഇങ്ങനെയും ചിലപ്പോൾ ഫിഗർ വരാം. അപ്പൊ ഇതിലൂടെ ലിക്വിഡ് എന്ത് ചെയ്യുന്നു, ഫ്ലോ ചെയ്യും. ഇത് ആണ് ആ യു ഷേപ്ഡ് ട്യൂബ്. അപ്പൊ അതിലെ ഡിസ്റ്റൻസ് ഇവിടെ ഇത് h ആണ്. ഇങ്ങനെയും കാണിക്കാറുണ്ട്. ഇവിടെ കാണിച്ചതുപോലെ തന്നെ ഈ രീതിയിലും ഫിഗർ കാണിക്കാറുണ്ട്. ഇതിന്റെ നേരെ റിവേഴ്സ് ഓർഡറിൽ. അപ്പൊ അതായത് ഇവിടെ ക്ലോസ് ചെയ്തൊരു യൂട്യൂബ് കണക്ട് ചെയ്തിരിക്കുന്ന രീതിയിലും ഈ ഫിഗർ കാണാറുണ്ട്. അപ്പൊ അതും എന്ത് തന്നെയാണ്, വെന്റുരി മീറ്റർ എന്ന് പറയുന്നത് തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെലോസിറ്റി തന്നെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ആ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? അപ്പൊ ഇതില് നമുക്ക് റേറ്റ് ഓഫ് ഫ്ലോ ആണ് പറയേണ്ടത്. റേറ്റ് ഓഫ് ഫ്ലോ ആണ് നമുക്ക് ഇവിടെ സ്റ്റഡി ഫ്ലോയിലുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കുക, അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് തന്നെയാണ്, നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഓരോരോ കണ്ടീഷൻസ് നിങ്ങൾ നോക്കണം. ഇവിടെ ഏരിയ നമ്മൾ A1 A2 എന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. വോളിയം നമ്മൾ ജസ്റ്റ് V1 V2 എടുക്കാം. വെലോസിറ്റി V1 V2, പ്രഷർ P1 P2, ഇതൊക്കെ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇവിടെ രണ്ടിന്റെ ഹൈറ്റ്സ് സെയിം ആണ്. ഈ ഒരു പോയിന്റ് നമ്മൾ എടുക്കുമ്പോൾ എയും ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് എടുക്കുമ്പോൾ അവിടെ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ നമുക്ക് അവിടെ H എന്ന് പറയുന്നത് രണ്ടും സെയിം ആണ്. അപ്പൊ H1 H2 എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ ഇല്ല. അതായത് അത് രണ്ടും സെയിം ആയത് കാരണം നമ്മൾ ആ ഇക്വേഷൻ എഴുതുമ്പോൾ അത് ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി ടേംസ് മാത്രമേ അവിടെ ഉള്ളൂ. അത് വെച്ചിട്ട് അതിൽ നിന്ന് V1 ഈക്വൽ ടു എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ. അതാണ് നമ്മുടെ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു നോക്കാം. നമുക്ക് ആദ്യം നമുക്ക് ആ ബെർണോളിസ് പ്രിൻസിപ്പിൾ എഴുതാം. അക്കോർഡിംഗ് ടു ദ ബെർണോളിസ് പ്രിൻസിപ്പിൾ, P1 plus half rho V1 square plus rho GH1 is equal to P2 plus half rho V2 square plus rho GH2 ആണ്. ഇതിലെ ഈ രണ്ട് ടേമുകളുമാണ് നമ്മൾ പറഞ്ഞത്. എന്താണെന്ന് പറഞ്ഞത്, ഹൈറ്റ് സെയിം ആണ്, H1 ഈക്വൽ ടു H2 ആണ്. സോ ഇഫ് H1 ഈക്വൽ ടു H2 ആണെങ്കിൽ P1 plus half rho V1 square is equal to P2 plus half rho V2 square ആണ്. ഓക്കെ, ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഇവിടെ P1 ഉം P2 എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ടോ? നോക്കിയേ, ഇവിടെ P1 P2 തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഏരിയാസിന് A1 A2 സ്മോൾ ലെറ്റർ ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് അതിനെ ക്യാപിറ്റൽ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പൊ അതിന്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല, കാരണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അവിടെ നമ്മൾ അത് യൂസ് ചെയ്യണ്ട. പക്ഷേ A1 ന്റെ A2 ന്റെ ഒരു ചെറിയൊരു ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വെച്ചിട്ടാണ് ഇതിനെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം നമുക്ക് അറിയാം A1 V1 is equal to A2 V2 ആണെന്ന് അറിയാം. അപ്പൊ ഞാനവിടെ ആ A1 അവിടെ അതിന് ഫിഗറിൽ സ്മോൾ ആണ് കാണിച്ചത്, ഞാനിവിടെ ക്യാപിറ്റൽ എടുക്കുന്നു മാത്രം. നോ പ്രോബ്ലം. സോ ഇതിൽ നിന്ന് V2 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? V2 ഈക്വൽ ടു A1 by A2 into V1 എഴുതാലോ. A1 by A2 into V1 എഴുതാലോ. നമുക്ക് വേണ്ടത് V1 ന്റെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഇക്വേഷൻ ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാണ് നമ്മള്. അപ്പൊ നോക്കുക, നമുക്ക് P1 ന്റെ ടേം ആണ് വേണ്ടത്. അപ്പൊ ഒന്ന് നോക്കാം, ഇവിടെ P1 plus half rho V1 square is equal to P2 plus half rho V2 square നമുക്ക് കൊടുക്കാം A1 by A2 into V1 the whole square. So that's equal to P2 plus half rho A1 by A2
ഹോൾ സ്ക്വയർ ഇൻറ്റു v1 സ്ക്വയർ ഇങ്ങനെ എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് v1 ന്റെ ടേം മാത്രമാണ് കിട്ടേണ്ടത്. അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യണം നമ്മൾ. p1 മൈനസ് p2 ഇവിടേക്ക് നമ്മൾ ആ p1 p2 കൊണ്ടുവന്നു. അപ്പൊ p1 മൈനസ് p2 ഈക്വൽ ടു ഹാഫ് റോ രണ്ടിലും കോമൺ ആണ്, അതിവിടെ എഴുതി. പിന്നെ ബാക്കി അവിടെ ഉണ്ടാകുന്നത് എന്താണ്? a1 by a2 the whole square minus 1 into v1 square. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. നമുക്ക് ഇതിൽ വേണ്ടത് എന്താണ്? v1 ആണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ വീണ്ടും പറയാണ്. v1 ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ p1 മൈനസ് p2 എന്ന് പറഞ്ഞാൽ ഗോയേജ് പ്രഷർ ആണ്. ഗോയേജ് പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റോ ജി എച്ച് ആണ്, നമുക്ക് അറിയാം. p1 മൈനസ് p2 എന്ന് പറഞ്ഞാൽ റോ ജി എച്ച് ആണ്. ഇവിടെ റോ എന്ന് പറയുന്നത് മാനോമീറ്റർ ലിക്വിഡ് ആണ്. മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു ട്യൂബിനകത്തുള്ള ലിക്വിഡ് ആണ് റോ എന്ന്, അതിന്റെ ഡെൻസിറ്റി ആണ് റോ എന്ന് പറയുന്നത്. സോ ഐ ഡിനോട്ട് ഇറ്റ് ആസ് റോ എം. ഞാൻ അതിനെ റോ എം എന്ന് ഡിനോട്ട് ചെയ്തു. മാനോമീറ്റർ ലിക്വിഡ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ഇക്വേഷൻ വീണ്ടും നമുക്ക് റീറൈറ്റ് ചെയ്യാം. v1 ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്കാണ് നമുക്ക് വേണ്ടത്. സോ v1 ഈക്വൽ ടു v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു v1 സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ബാക്കി അവിടെ ഉണ്ടാവുക p1 മൈനസ് p2 all by a1 by a2 the whole square minus 1. ഇനി 2 ഇങ്ങോട്ട് പോയി, അപ്പോ മുകളില് 2 റോ വന്നു. റോ എവിടെയാ? താഴെ. അപ്പോ 2 p1 minus p2 by rho into a1 by a2 the whole square minus 1 ആണ് വരുന്നത്. ഒന്നുകൂടി റീറൈറ്റ് ചെയ്യാണ്. അതായത് p1 minus p2 ന് rho m g h എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ v1 square is equal to 2 rho m g h. rho m എന്ന് പറയുന്ന ഒറ്റ ടേം ആണ്, അതിന് വേറെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നുമില്ല. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എ മാനോമീറ്റർ ലിക്വിഡ് ആണ്. സോ 2 rho m g h by റോ ഇൻറ്റു, ഈ റോയും ക്യാൻസൽ ചെയ്യില്ല, കാരണം ഇത് മാനോമീറ്റർ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ്, ഇത് ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ്. നമ്മൾ പ്രഷർ കണ്ടുപിടിക്കുന്ന ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ്. ബൈ a1 by a2 the whole square minus 1. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് v1 ആണ്. സോ v1 ഈക്വൽ ടു വരുമ്പോ എങ്ങനെ വരിക? ഇതിനെ റൂട്ട് എടുത്താൽ മതി, v1 കിട്ടും. സോ v1 ഈക്വൽ ടു റൂട്ട് ഓഫ് 2 റോ എം ജി എച്ച് ബൈ റോ ഇൻറ്റു a1 മൈനസ് a2 the whole square minus 1. So this is the rate of flow of rate of flow ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ക്ലിയർ ആണോ ഇത്? അപ്പൊ ഇതാണ് രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഏതിന്റെ രണ്ടാമത്തെ അപ്ലിക്കേഷൻ ആണ്? ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അറ്റോമൈസർ എന്നുള്ള സാധനം കേട്ടിട്ടുണ്ടോ? അറ്റോമൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രേയേഴ്സ്, നമ്മൾ മരുന്നടിക്കുന്ന സാധനമില്ലേ ചെടികൾക്കൊക്കെ, അപ്പൊ അത്രയുള്ള അറ്റോമൈസേഴ്സ് ഇങ്ങനെയുള്ള ഒരു സാധനം. അപ്പോൾ ഇവിടെ ഒരു ഇത്, ഇതിന്റെ മുകളില് നമുക്ക് ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ്, ദെൻ പുറത്തേക്ക് ഒരു ട്യൂബിലൂടെ എന്ത് ചെയ്യുന്നു, സ്പ്രേസ് വരുന്നു. ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ് അറ്റോമൈസേഴ്സ് എന്ന് പറയുന്നത്. ഇതിലായിരിക്കും ലിക്വിഡ് ഉണ്ടാവുക, ഇത് സ്പ്രേ ചെയ്യുമ്പോൾ ലിക്വിഡ് പുറത്തേക്ക് വരുന്നു, അറ്റോമൈസേഴ്സ്. അപ്പൊ അതിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട്, ബെർണോളിസ് പ്രിൻസിപ്പിൾ തന്നെയാണ്, അത് വെച്ച് യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ബെർണോളിസ് പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മുടെ ഹാർട്ട് അറ്റാക്ക് അതിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഏത് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക് ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ ഡൈനാമിക് ലിഫ്റ്റ് പറയാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് എറിയുന്ന സമയത്ത് അവിടെ ആക്ച്വലി ആ എയർ കൊണ്ട് ആ ഒബ്ജക്റ്റിന്റെ പാത്ത് എന്ന് പറയുന്നതിൽ ചില ചേഞ്ച് ഉണ്ടാവും. നമ്മളൊരു ബോളിനെ സ്പിൻ ചെയ്തുകൊണ്ട് എറിയാം, ജസ്റ്റ് ഡയറക്റ്റ് എറിയല്ല, സ്പിൻ ചെയ്തുകൊണ്ട് എറിയാണെങ്കിൽ
ആ ഒരു ബോൾ മൂവ് ചെയ്യുമ്പോൾ ആ എയർ ഫ്ലോയുടെ പാത്തിൽ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു ലിഫ്റ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എയർ ഫ്ലോ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ബോൾ സ്പിൻ ചെയ്തെറിയാണെങ്കിൽ ഈ ഒരു എയർ ഫ്ലോ അതിന് ചുറ്റുണ്ടാകുന്ന എയർസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആക്ച്വലി അത് മൂവ് ചെയ്യുന്നതാണെങ്കിൽ അതൊന്നും എന്ത് ചെയ്യും, ഒരു ലിഫ്റ്റിംഗ് നടക്കുന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു ബോൾ നമ്മൾ എറിയുമ്പോൾ ചേഞ്ചിൻ ആ ഒരു ബോളിന്റെ പാത്തിൽ ഒരു ചേഞ്ച് കാണിക്കും. നമ്മൾ ആ ഒരു ലിഫ്റ്റിംഗ് കൊണ്ട് ഒരു ചേഞ്ച്, ഒരു പാത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. അതിന് നമ്മൾ പറയുന്ന പേര് മാഗ്നസ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. മാഗ്നസ് എഫക്റ്റ്. നമ്മളൊരു സ്പെറിക്കൽ ബോളൊക്കെ എറിയുമ്പോൾ അതിൽ എന്തുണ്ടാവാം, ആ ഒരു രീതിയിലുള്ള പാത്തിൽ ചേഞ്ച് ഉണ്ടാവാം. അപ്പൊ ആ ഒരു ചേഞ്ച് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബുള്ളറ്റ്സിന്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു എയറോഫോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർ കൊണ്ട് എന്തുണ്ടാവാൻ പാടില്ല, അവിടെ ഒരു സ്പിന്നിങ്ങോ ലിഫ്റ്റിങ്ങോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് എഫക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ മെറ്റീരിയൽസിനെ ഉണ്ടാക്കിയിട്ടുള്ള ബൾക്ക് പീസ് ഓഫ് മെറ്റീരിയൽസ് ആണ് നമ്മൾ എയറോഫോയിൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ എയറോപ്ലെയിനിന്റെ വിങ്സ് അതിനൊരു പെർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട്. അപ്പൊ അതായത് അത് എന്ത് ചെയ്യില്ല, നമ്മുടെ എയർ ലിഫ്റ്റിംഗ് എന്ത് ചെയ്യില്ല, അതിന് പ്രൊവൈഡ് ചെയ്യില്ല. മീൻസ് അതുകൊണ്ട് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാകില്ല. സോ അങ്ങനെയുള്ള ഒരു കേസ് ആണ് നമ്മളിവിടെ പറയുന്നത് ഡൈനാമിക് ലിഫ്റ്റ് എന്നുള്ള കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എയറോഫോയിൽ ഓർ ലിഫ്റ്റ് ഓഫ് എൻ എയർക്രാഫ്റ്റ് വിങ്സ്, അതാണ് ഈ ഒരു കേസ് നമ്മൾ പറയുന്നത്. ഇവിടെ പറയാം, അപ്പൊ ഒരു ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് മുകളിൽ നേരെ പാസ് ചെയ്യണം, ഹൊറിസോണ്ടലി മൂവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് പ്രൊവൈഡ്സ് എ അപ്വേർഡ് ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് മുകളിലേക്ക് ഒരു ലിഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ എപ്പോഴാണ് നേരെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത്, ഒരു എയറോഫോയിൽ നേരെ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഇതില് എയർ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്, ഒരു അപ്വേർഡ് ലിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. സോ wings of aeroplanes look similar to an aerofoil. ഒരു എയറോഫോയിൽ പോലെ തന്നെ ആണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, എയറോപ്ലെയിനിന്റെ വിങ്സും ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊരു പെർട്ടിക്കുലർ ഷേപ്പിൽ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെ ആ ഷേപ്പുള്ളതിനെയാണ് നമ്മൾ എയറോഫോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുമ്പോൾ ആക്ച്വലി അതിലൊരു ലിഫ്റ്റ് അവിടെ എന്തുണ്ടാക്കുന്നുണ്ട്, ആ ഒരു എയറിൽ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് നമ്മളിവിടെ പറയുന്നത്. എയറോപ്ലെയിനിന്റെ വിങ്സിന്റെ ഷേപ്പിന്റെ കാര്യമാണ് പറയുന്നത്. ആ ഒരു ശരിക്കും എയറിൽ കൂടുതൽ മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ് എറിയുമ്പോൾ അതിന്റെ പാത്ത് ഇങ്ങനെ മൂവ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ ആക്ച്വലി എത്തേണ്ട ഡയറക്ഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ടാണ് എയറോക്രാഫ്റ്റിന്റെ ഒക്കെ വിങ്സ് ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ലിഫ്റ്റ് കൊണ്ട് വലിയൊരു എഫക്റ്റ് അതിൽ ഉണ്ടാവരുത്. അതായത് അത് ഹൊറിസോണ്ടലി മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എയർ വരികയാണെന്നുണ്ടെങ്കിലും അത് എന്ത് ചെയ്യണം, ആ വിങ്സിന്റെ മുകളിലൂടെ കടന്ന് പോകണം. അതാണ് ഇവിടെ നമ്മൾ ആ ഒരു കേസിൽ പറയുന്നത്. അതിനെയാണ് നമ്മൾ ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ആ ഫിഗർ നോക്കിയാൽ ആ ഫിഗറിൽ നിങ്ങൾ കാണാം. ഇപ്പോ ഇതിൽ വരുന്ന എയേഴ്സ് നേരെയാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്, പക്ഷെ ആ എയേഴ്സിൽ എന്ത് ചെയ്യാണ്, ഈ ഒരു ഷേപ്പ് കൊണ്ട് ഒരു മുകളിലേക്ക് ഒരു ലിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതിലൂടെ വരുന്ന ഒക്കെ ഡയറക്റ്റ് പോവുകയാണ്. ഇപ്പൊ ഇവിടെ എത്തിയ സാധനം എന്ത് ചെയ്യാണ്, ലിഫ്റ്റ് ചെയ്ത് മുകളിലൂടെ വന്നു നേരെ പാസ് ചെയ്ത് പോകുന്നു. ആ ഒരു ലിഫ്റ്റിംഗ് ആണ് നമ്മളിവിടെ പറയുന്നത്. അതിനെയാണ് ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. സോ എയറോപ്ലെയിൻ മൂവിങ് അഗെയിൻസ്റ്റ് ദ വിൻഡ് causes the streamline to crowd move more above the wing than below it. അതായത് അതിന്റെ മുകളിലൂടെ സ്ട്രീം ലൈൻ അതിനായിട്ട് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് ഒരു എയറോഫോയിൽ ആയതുകൊണ്ട് തന്നെ വിൻഡ് മുകളിലൂടെ പോകുന്നത് എന്ത് ചെയ്യില്ല, ഒരു സ്ട്രീം ലൈൻ പോലെയാണ് തോന്നുന്നത്. അതാണ് ആ ലിഫ്റ്റിംഗ് കൊണ്ട് തോന്നുന്നത്. സോ therefore the speed on the top is more than its below. ആ എയറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് മുകളിലായിരിക്കും താഴെയുള്ളതിനേക്കാൾ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, ആ ഒരു ലിഫ്റ്റിംഗ് ആണ് ഉണ്ടാവില്ല. മുകളിൽ കൂടുതലാകുമ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് ഇരിക്കല്ലോ. അല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, താഴെയാണ് കൂടുതലെങ്കിൽ ആ മുകളിലേക്ക് ആ ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. Then upward force resulting in a dynamic lift of the wings balance the weight of the plane. അപ്പൊ ആ ഒരു അതുകൊണ്ട് ആ ഒരു മുകളിൽ കൂടുതലായതുകൊണ്ട് താഴെ നിന്ന് ഉണ്ടാക്കുന്ന ലിഫ്റ്റ് എന്ത് ചെയ്യും, ഇതിനെ ബാലൻസ് ചെയ്യും. സോ അത് ആ പ്ലെയിനിന് എന്ത് ചെയ്യാൻ സാധിക്കും, ഡയറക്റ്റ് മൂവ്മെന്റിന് സാധിക്കും. അപ്പൊ ഒരു മുകളിലേക്ക് ഒരു ലിഫ്റ്റ് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എയർ ഏകദേശം ആ വിങ്സിന്റെ മുകളിലൂടെ കടന്നു പോകുന്നത് ഒരു സ്ട്രീം ലൈൻ ആയിട്ടാണ് പോകുന്നത്. അത് താഴെ കൂടെ പാസ് ചെയ്യുന്ന വിൻഡിനേക്കാൾ എയറിനേക്കാൾ കൂടുതലാണ്
അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ലിഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ എനർജി കൂടുതലാണ്. സോ അതുകൊണ്ട് താഴെ നിന്ന് വരുന്ന ലിഫ്റ്റും ഇതും തമ്മിൽ അവിടെ ഒരു ബാലൻസ്ഡ് ആവും. സോ എന്തുണ്ടാവില്ല, ആ ഒരു ടോട്ടൽ ലിഫ്റ്റ് എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അതാണ് ഇവിടെ ഡൈനാമിക് ലിഫ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു എയർ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു കേസിനെ നമുക്ക് എന്ത് പറയാം, ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയാം. ഓക്കെ, അടുത്ത ടോപ്പിക് വിസ്കോസിറ്റി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, വിസ്കോസിറ്റി, വിസ്കസ് ഫോഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിട്ടുള്ളത്? വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ്സിന്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിന്റെ ഒക്കെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. ഇപ്പോൾ ആ ഒരു ഫ്ലൂയിഡ് നമ്മൾ ജസ്റ്റ് ഒരു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അത് മൂവ്മെന്റ് അത്ര ഈസി ആകാത്തതാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഹണി എടുത്തു കഴിഞ്ഞ് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഹണി അത്ര പെട്ടെന്നാണ്ട് താഴേക്ക് വീഴും ഇല്ല. അതിന് കാരണം വെച്ചാൽ അതിന്റെ 2 ലെയറുകൾക്കിടയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് എ വിസ്കസ് ഫോഴ്സ്. ആ ഫോഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ റിലേറ്റീവ് മോഷനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അതിന്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് പറഞ്ഞത്? ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ്. നമ്മൾ പറഞ്ഞു തന്നെയാണ്, റെസിസ്റ്റൻസ് ഓഫ് ദ ഫ്ലൂയിഡ് മോഷൻ. ദിസ് ഫോഴ്സ് എക്സിസ്റ്റ് when there is a relative motion between the layers of the liquid. നമ്മൾ പറഞ്ഞ കേസ് തന്നെയാണ്. ലേയേഴ്സ് ഓഫ് ലിക്വിഡിന്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഒരു റെസ്ട്രിക്റ്റീവ് ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, വിസ്കോസിറ്റി എന്ന് പറയുന്നത്. സോ വിസ്കോസിറ്റിയുടെ കേസ് പറയാൻ 2 കേസസ് ആക്കിയിട്ട് നമുക്ക് പറയാം. ലാമിനാർ എന്ന് പറയുന്നത് for any layers of liquid, its upper layer pulls it forward while lower layer pulls it backward. നമ്മൾ ഒരു സാധനം ഒഴിക്കുന്ന സമയത്ത് മുകളിലുള്ള ലെയർ എന്ത് ചെയ്യാണ്, താഴേക്ക് മൂവ് ചെയ്യാൻ ശ്രദ്ധിക്കും. പക്ഷെ അതിന്റെ അടിയിലുള്ള ലെയർ എന്ത് ചെയ്യും, ബാക്കോട്ട് വലിക്കും. ഇപ്പൊ ഇങ്ങനെയാണ്, ഇതൊരു ലെയറാണ്, ഇതൊരു ലെയറാണ്. അപ്പൊ ഈ ഒരു ലെയർ മുകളിലേക്ക് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് മറ്റേ ലെയർ എന്ത് ചെയ്യും, താഴേക്ക് അതിനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു മൂവ്മെന്റ് അവിടെ ഒരു റെസ്ട്രിക്ഷൻ ആണ്. സോ അത് എന്തിന് കാരണമാകും, ആ ലെയേഴ്സിനിടയിൽ ഒരു ഫോഴ്സിന് കാരണമാകും. ഇങ്ങനെയുള്ള ഫ്ലോയെ, ഈ ഒരു ഒന്നിനെ പിടിച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഫ്ലോയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ലാമിനാർ എന്ന് പറയുന്നത്. സോ ലാമിനാർ എന്ന് പറഞ്ഞാൽ ഫോർ എനി ലെയർ ഓഫ് ലിക്വിഡ് ഇറ്റ്സ് അപ്പർ ലെയർ pulls it forward while the lower layer pulls it backward. This result in force between the layers. ഇതിന്റെ ഇടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാക്കും. So this type of flow is called a laminar. അതിനെ പറയുന്ന പേരാണ് ലാമിനാർ എന്ന് പറയുന്നത്. Then coefficient of viscosity. Coefficient of viscosity. എന്താണ് coefficient of viscosity? അപ്പൊ അതെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു കണ്ടീഷൻ, ഇപ്പൊ വിസ്കോസ് ഫോഴ്സ് അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്ത് പറയാണ്, ഇറ്റ് ഈസ് ദ ഒരു ഫ്ലൂയിഡിന്റെ ഇടയിൽ നടക്കുന്ന ഒന്നാണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഷിയറിംഗ് സ്ട്രെസ് ടു ദ ഷിയറിംഗ് സ്ട്രെയിൻ. അതായത് ആ ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാവും. സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രെസ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഒറിജിനൽ ഷേപ്പ് ടു ദ ചേഞ്ച് ഇൻ ഷേപ്പ് ടു ദ ഒറിജിനൽ ഷേപ്പ് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഷിയറിംഗ് സ്ട്രെസ്സും അതുപോലെ തന്നെ ഷിയറിംഗ് സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോയെ വിളിക്കുന്ന പേരാണ് എന്ത്, വിസ്കോസിറ്റി എന്ന്, coefficient of viscosity എന്ന് വിളിക്കുന്നു. So the coefficient of viscosity is denoted as eta. ഇങ്ങനെയുള്ള സിമ്പൽ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, coefficient of viscosity യെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, coefficient of viscosity is denoted as eta symbol. എന്താണ് coefficient of viscosity എന്നുള്ളത് നമ്മളോട് പറഞ്ഞു. അപ്പൊ അതിന്റെ ആ റേഷ്യോ നമുക്ക് അറിയാം. അപ്പൊ ആ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമുക്ക് that is eta is equal to shearing stress to the strain rate എന്ന് പറഞ്ഞാൽ ആ സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ബൈ ഡെൽറ്റ ടി ചെയ്യണം. അപ്പൊ ഷിയറിംഗ് സ്ട്രെസ് ടു ദ സ്ട്രെയിൻ റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, coefficient of viscosity എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഷിയറിംഗ് സ്ട്രെസ്
ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ. എന്താണ് ഷിയറിംഗ് സ്ട്രെയിൻ? ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ ടാൻ തീറ്റ അല്ലെങ്കിൽ സിംപ്ലി തീറ്റ എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എക്സ് ബൈ എൽ ആണ്. ഡെൽറ്റ എക്സ് ബൈ എൽ ആണ് എന്ത്? ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോ സ്ട്രെയിൻ റേറ്റും ഷിയറിംഗ് സ്ട്രെസ്സും ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ സ്ട്രെയിൻ റേറ്റ് എന്ന് പറയുന്നത് ഇത് ഡിവൈഡഡ് ബൈ ഡെൽറ്റ. സോ അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഈറ്റ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ബൈ ഡെൽറ്റ എക്സ് ബൈ എൽ ബൈ ഡെൽറ്റ. ഓക്കെ, ഇങ്ങനെയാണ് വരിക. അപ്പോ അതിനെ ഒന്നുകൂടി റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ എൽ ഡെൽറ്റ. വീണ്ടും ഞാൻ റീറൈറ്റ് ചെയ്യാണ്. എങ്ങനെ റീറൈറ്റ് ചെയ്യാം? അതിനെ റീറൈറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു കാര്യം, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. എന്താ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി? വെലോസിറ്റി ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് എഫ് ബൈ എ ബൈ വി ബൈ എൻ. വി ബൈ എൻ. അപ്പോ വീണ്ടും അതിൽ നിന്ന് നമുക്ക് ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ കിട്ടുന്നത് ഇതായിരിക്കും, ഈറ്റ ഈസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ ബി. എഫ് എൽ ബൈ എ ബി എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, ഇനി ഇതിന്റെ യൂണിറ്റ് കാര്യങ്ങൾ. ഇതിന്റെ യൂണിറ്റ് പോയ്സെല്ലി, പി ഐ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. പി ഐ അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ്. പാസ്കൽ സെക്കൻഡ്. ഇതൊക്കെയാണ് ഇതിന്റെ യൂണിറ്റ്സ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത സ്ലൈഡിൽ പറയുന്നത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ഈസ് പോയ്സെല്ലി. ആ ഒരു സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. പോയ്സെല്ലി അതിന് പി ഐ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനെ ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ റേസ് ടു -2. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ റേസ് ടു -2 അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ്. ഇതൊക്കെയാണ് എന്തിന്റെ യൂണിറ്റ്? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ വിസ്കോസിറ്റിയുടെ കേസ്, തിൻ ലിക്വിഡ്സ് ആർ ലെസ് വിസ്കസ് ദാൻ തിക്ക് ലിക്വിഡ്സ്. തിക്ക് ലിക്വിഡ്സിനേക്കാൾ വളരെ കുറഞ്ഞ വിസ്കോസിറ്റി ഏതിനുള്ളൂ? തിൻ ലിക്വിഡ്സിന് ഉള്ളൂ. അതായത് വെള്ളത്തിനേക്കാൾ വിസ്കസ് ആണ് ഏത്? ഹണി എന്ന് പറയുന്നത്. ദെൻ വിസ്കോസിറ്റിയുടെ പ്രത്യേകത, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ വിസ്കോസിറ്റി ഡിക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. ഏതിന്റെ കേസില്? ഇൻ ദ കേസ് ഓഫ് gases. In the case of gases, when the temperature increases, viscosity decreases. Okay, അടുത്തത് നോക്കാം. അടുത്തത് സ്റ്റോക്സ് ലോ അഥവാ സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് ലോ അല്ലെങ്കിൽ സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത് നമ്മള് വിസ്കോസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പൊ നമ്മള് ഒരു സ്പെറിക്കൽ ബോളിനെ ഒരു ലിക്വിഡിനകത്ത് കൂടെ എന്ത് ചെയ്യണം? താഴേക്ക് ഇടുന്നു. അപ്പൊ അങ്ങനെ താഴേക്ക് ഇടുന്ന സമയത്ത് അവിടെ ആ ലിക്വിഡ് ഇതിന് മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ടാകും. അത് കൂടാതെ അവിടെ ആ ഒരു മൂവ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഡ്രാഗിങ് ഉണ്ടാവും. ആ ഒരു ലിക്വിഡിലൂടെ ഡ്രാഗ് ചെയ്ത് പോവുകയാണ് അല്ലെ. അപ്പൊ ഒരു ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നതും അവിടെ ഉണ്ടാകും. ഇപ്പൊ ഇവിടെ പറയുന്നത് ആ ഡ്രാഗ് ഫോഴ്സിനെ കുറിച്ചാണ്. ഏതിൽ പറയുന്നത്? സ്റ്റോക്സ് ലോ പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദ സ്റ്റോക്സ് ലോ, the drag force experienced by a spherical body falling down through a fluid is directly proportional to the coefficient of viscosity of the body. Coefficient of viscosity ക്ക് മാത്രമല്ല, അത് മറ്റു രണ്ട് കാര്യങ്ങൾക്കും കൂടിയുണ്ട്. coefficient of viscosity,
അതിന്റെ വെലോസിറ്റി ആൻഡ് ദ റേഡിയസ് ഓഫ് ദിസ്. അതിന്റെ റേഡിയസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മൂന്ന് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ദ ബോഡി, കോമ നമുക്ക് എന്ത് പറയാം? വെലോസിറ്റി ഓഫ് ദാറ്റ് ബോൾ, ആ ബോളിന്റെ വെലോസിറ്റി, then radius of that particular sphere. That is F is proportional to eta, and F is proportional to the velocity, and F is proportional to the radius. ഇത് F drag force എന്നുള്ളത് വേണമെങ്കിൽ FD എന്ന് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം. That is FD or F is proportional to eta RV. Okay. For changing this proportionality, we are multiplying it with a constant. That constant is 6 pi. So it is 6 pi eta RV. This is called Stokes law. ഈ equation ആണ് Stokes law എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. The drag force experienced by a spherical body falling down through a fluid is directly proportional to the coefficient of viscosity, velocity of that object, and the radius of that spherical body. That is FD is equal to 6 pi eta RV. That is the Stokes law or Stokes theorem. Clear ആണല്ലോ? Then അടുത്തത് terminal velocity. Terminal velocity. When the weight of the body is balanced by a drag force and buoyant force, it moves with a uniform velocity is called the terminal velocity. എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഡ്രാഗ് ഫോഴ്സും ബോയിങ് ഫോഴ്സും ആണ് എന്ത് ചെയ്യുന്നത്? ബാലൻസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഉള്ള ആ വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യണം? ഒരു സ്ഫെറിക്കൽ ബോഡി താഴേക്ക് വിടുന്നു. അപ്പൊ അതില് ഒന്ന് ആ ലിക്വിഡ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ബോയിങ് ഫോഴ്സ് ഉണ്ട്, മറ്റൊന്ന് ഡ്രാഗ് ഫോഴ്സ് ഉണ്ട്. ഒബ്ജക്റ്റ് താഴേക്കാണ് വീഴുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഉണ്ട്. ദാറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മസ്റ്റ് ബി ഈക്വൽ ടു the sum of this drag force and the buoyant force. Gravitational force എന്ന് പറയുന്നത് ഡ്രാഗ് ഫോഴ്സിന്റെയും അതുപോലെ തന്നെ buoyant ഫോഴ്സിന്റെയും സം ആണ്. സോ നമുക്ക് അറിയുന്നതാണ് gravitational force is mg ആണ്. mg ആണ്. Then അതുപോലെ തന്നെ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പറയാം 6 pi eta RV ആണ്. ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ബോയിന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? ഏത് വെച്ചിട്ട് നമുക്ക് കിട്ടും? ബോയിന്റ് ഫോഴ്സിന്റേത് 4/3 pi r cube rho മാസ് ഇൻറ്റു അവിടെ എന്താ നമുക്ക് ഒന്നും കൂടി ഉണ്ട്. ഇവിടെ റോയ്ക്ക് പകരം നമുക്ക് സിഗ്മ എന്നുള്ള സിഗ്മ. ഓക്കെ, അപ്പോ F is equal to 4/3 pi r cube sigma g. എന്താ ഈ 4/3 pi r cube sigma? ഇത് പറയുന്നത് മാസ് ആണ്. മാസ് ഇൻറ്റു ജി തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അതേപോലെ ഇവിടുത്തെ കേസിൽ എഫ് ജി എന്ന് പറയുന്നത് നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ എഴുതാം. ആ മാസിനെ എങ്ങനെ എഴുതാം? 4/3 pi r cube റോ ജി എന്ന് എഴുതാം. അതായത് സിഗ്മയ്ക്ക് പകരം ഇവിടെ റോ ആണ്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദാറ്റ് സോളിഡ്. ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദാറ്റ് ലിക്വിഡ്. ഇവിടെ ലിക്വിഡിന്റെ ആണ്. അതായത് ഇപ്പൊ നമ്മള് ഒരു ബോള് ലിക്വിഡിലേക്ക് ഇടുമ്പോൾ അവിടെ ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ഉണ്ട്. അത് ആ ലിക്വിഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ഫെറിക്കൽ ഷേപ്പ് ആണ്. അപ്പൊ അതിന്റെ റേഡിയസും ഈ ബോളിന്റെ റേഡിയസും എന്ത് തന്നെയാ? സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് ബോയിന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയത്. ഓക്കെ, സോ ഇനി ഇതിനെ നമ്മളൊന്ന് സോൾവ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് നോക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ വെച്ചിട്ട് mg ഈക്വൽ ടു
എന്ന് എഴുതാം അല്ലെ. mg equal to 6 pi eta rv plus 4 by 3 pi r cube sigma g. ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് 4 by 3 pi r cube rho g is equal to 6 pi eta rv plus 4 by 3 pi r cube sigma g. then ഇതിൽ നിന്ന് വെലോസിറ്റി ആണ് വേണ്ടത്. so 6 pi eta rv is equal to ഇതിനെ കൊണ്ട് കൊണ്ടുപോകാം. അപ്പൊ 4 by 3 pi r cube അവിടെ കോമൺ ആണ്. then rho minus sigma into g. ഓക്കെ, then ഇതിൽ നിന്ന് വേണ്ട എന്താ, നമുക്ക് v ആണ് വേണ്ടത്. അപ്പൊ v equal to 4 by 3 pi r cube rho minus sigma into g by 6 pi eta r. 6 pi eta r. ഇപ്പൊ ഇനി ഇവിടെ നോക്കുക എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് ഇതിൽ നിന്ന് വാല്യൂ കിട്ടും. so that's equal to 4 2 cancel ചെയ്തു. so 2 pi r square ഒരു r കൂടി r square sigma minus rho into g by ഇവിടെ ബാക്കി ഉണ്ടാവുന്നതാണ് 3 ആണ്. അപ്പൊ 3 into 3 9. പൈ ക്യാൻസൽ ഇവിടെ പൈ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ താഴെ പൈ എഴുതാം. പൈ ഈറ്റ. ഇനി ആ പൈ ക്യാൻസൽ ചെയ്യാം. സോ 2r സ്ക്വയർ സിഗ്മ റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ബൈ 9 ഈറ്റ. ഇതാണ് velocity, that is called the terminal velocity. That is the equation for the terminal velocity. So the terminal velocity is equal to 2r square sigma rho minus sigma into g divided by 9 eta. That is the equation for the terminal velocity. Clear ആണോ? അടുത്ത ടോപ്പിക് റെയ്നോൾഡ്സ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പർ പറയുന്നത് നമ്മൾ പറഞ്ഞു സ്ട്രീം ലൈൻ ഫ്ലോ എന്നുള്ളത് പറഞ്ഞു. സ്ട്രീം ലൈൻ ഫ്ലോ ഓർ സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ ലിക്വിഡ്സ് എന്ത് ചെയ്യാണ്, ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുന്നു. അപ്പോ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ടർബുലന്റ് ഫ്ലോ. ടർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒബ്സ്റ്റക്കിൾസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ലിക്വിഡ്സ് എന്ത് ചെയ്യും, ആ ഒബ്സ്റ്റക്കിൾസിനെ മറികടന്നുകൊണ്ട് ഒരു ഇറഗുലർ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു സ്റ്റഡി ഫ്ലോയിൽ നിന്ന് എന്തിലേക്ക് പോകും, ഒരു ഇറഗുലർ ഫ്ലോയിലേക്ക് പോകും. അതിന് നമ്മൾ പറയുന്നതാണ് എന്ത്, ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ ഈ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്, നമ്മൾ ഫ്ലോ എന്ന് പറയുന്നത്, ലിക്വിഡിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ടർബുലന്റ് ആണോ, റേറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ടർബുലന്റ് ആണോ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ ആണോ എന്നുള്ളതൊക്കെയാണ് റെയ്നോൾഡ്സ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അറ്റ് ദ ഹൈ ഫ്ലോ റേറ്റ് ദ ലിക്വിഡ് ഫ്ലോസ് ബിക്കംസ് ടർബുലന്റ്. ഹൈ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വരുന്ന സമയത്ത്. ഇൻ എ ടർബുലന്റ് ഫ്ലോ ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്സ് അറ്റ് എനി പോയിന്റ് ഈസ് സ്പേസ് വാരീസ് റാപ്പിഡ്ലി ആൻഡ് റാൻഡംലി വിത്ത് ടൈം. എന്ന് പറഞ്ഞാൽ ടർബുലന്റ് ഫ്ലോന്റെ കേസാണ് പറഞ്ഞത്. ടർബുലന്റ് ഫ്ലോയിൽ എന്താണ്, ആ വെലോസിറ്റി എന്ന് പറയുന്നത് എവിടെ വെച്ച് വേണമെങ്കിലും എന്ത് ചെയ്യാം, വേരിയേഷൻസ് സംഭവിക്കാം, റാൻഡംലി വാരി ചെയ്യാം, പെട്ടെന്നോ അല്ലെങ്കിൽ റാൻഡംലി ഒക്കെ ആയിട്ട് വാരി ചെയ്യാവുന്നതാണ്. സോ അപ്പൊ അതാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്താണ്, ഒരു ഒബ്സ്റ്റക്കിൾ ഇരുന്നാൽ എന്ത് ചെയ്യും, ഒരു ലിക്വിഡ് നമ്മൾ കൺസിഡർ ചെയ്യാണ്, ഒബ്സ്റ്റക്കിൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഫാസ്റ്റ് മൂവിംഗ് ലിക്വിഡ്സിൽ ഒബ്സ്റ്റക്കിൾ വന്നു കഴിഞ്ഞാൽ ദാറ്റ് becomes a turbulent one. അത് എന്തായിട്ട് മാറി, ഇവിടെ നമുക്ക് സ്റ്റഡി ഫ്ലോ ആയിരുന്നു, ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചപ്പോൾ അത് എന്തായിട്ട് മാറി, ടർബുലന്റ് ഫ്ലോ ആയിട്ട് മാറി. ഈ റെയ്നോൾഡ്സ് നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലോ ടർബുലന്റ് ആണോ സ്റ്റഡി ആണോ എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. റെയ്നോൾഡ്സ് നമ്പർ implies if the flow would be turbulent or not. So that depends on, അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. That is, the Reynolds number is equal to that density of that liquid and velocity, and d is the dimension of the pipe and eta is the coefficient of viscosity. ഇത്രയും കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ് എന്ത്,
Reynolds number എന്ന് പറയുന്നത്. That's the equation for the Reynolds number. That is Reynolds number is equal to RE equal to rho into VD by eta. V is the velocity of or speed of the liquid and eta viscosity of the fluid and D dimension of the pipe. Rho density of the fluid. Okay. അപ്പോൾ ഇനി ഇതിനെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ടർബുലന്റ് ആണ്, സ്റ്റഡി ഫ്ലോ ആണ്, ടർബുലന്റ് അല്ല എന്നൊക്കെ പറയുന്നത്? അത് നമുക്കറിയാം. നോക്കിയേ, RE എന്ന് പറയുന്ന ഡയമെൻഷൻലെസ് ആണെന്നുള്ള ഇത് മനസ്സിലാകും. സോ ഇവിടെ REയുടെ വാല്യൂ ലെസ് ദാൻ 1000 ആണെങ്കിൽ ആ ഫ്ലോ എന്ന് പറയുന്നത് സ്ട്രീം ലൈൻ ആണ്, അല്ലെങ്കിൽ അത് ലാമിനാർ ഫ്ലോ എന്ന് പറയും. സ്റ്റഡി ഫ്ലോ ആണ്, സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. ഇനി that flow is greater than or equal to അല്ല, less than or equal to Reynolds number or greater than or equal to 1000. 2000-ന്റെയും 1000-ന്റെയും ഇടയിൽ 2000-ഓ 1000-ഓ ആകാം, അതുവരെ വരുന്നതാണെങ്കിൽ ആ ഫ്ലോ എന്ന് പറയുന്നത് അൺസ്റ്റഡി ഫ്ലോ ആണ്, അൺസ്റ്റഡി ആണ്, സ്റ്റഡി അല്ലാത്ത ഫ്ലോ ആണ്. പക്ഷെ അത് എവിടേക്ക് എത്തിയിട്ടില്ല? ടർബുലന്റ് ഫ്ലോയിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ സ്റ്റഡി ഫ്ലോ അല്ല. എന്നാൽ ഗ്രേറ്റർ ദാൻ 2000 ആണ് ആ വാല്യൂ എങ്കിൽ that flow becomes turbulent flow. Greater than 2000 ആണെങ്കിൽ അതെന്താണ്? turbulent flow ആണ്. So RE എന്ന് പറയുന്നത് is the ratio of inertial force to the viscous force. Viscous ഫോഴ്സും inertial ഫോഴ്സും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് എന്ന് പറയാം. സോ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? turbulence promote mixing, increase the transfer rate of mass, momentum and energy. അപ്പോൾ ഇത് യൂസ് എന്ന് പറയുന്നത് turbulence promotes എന്തിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു? മിക്സിംഗ്, ഇൻക്രീസ് ആൻഡ് ട്രാൻസ്ഫർ റേറ്റ് ഓഫ് മാസ്, മൊമെന്റം ആൻഡ് എനർജി. എനർജി കൂട്ടാൻ മാസ്, മൊമെന്റം ഇതൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? ടർബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് റെയ്നോൾഡ്സ് നമ്പറിന്റെ കേസ്. Then next one, surface tension. Surface tension എന്താണ്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഏതൊരു ലിക്വിഡ് നമ്മൾ കൺസിഡർ ചെയ്താലും ആ ലിക്വിഡിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മിനിമം സർഫസ് ആയിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സോ അങ്ങനെയുള്ള ആ മിനിമം സർഫസ് ആയിട്ടിരിക്കാൻ ഉള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർഫസ് ടെൻഷൻ എന്ന് വിളിക്കുന്നത്. അത് മെഷർ ചെയ്യുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. So the liquid surface tends to have the least surface area. This property of liquids are called surface tension. It is measured as force per unit length of the surface. That is, the surface tension is denoted as S. So that S is equal to force per length, F by A. So its unit is Newton per meter. The unit എന്ന് പറയുന്നത് Newton per meter ആണ്. Okay, so ഇത് ഡിനോട്ട് ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. So what is its dimension? Dimension എന്താണ്? ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്ക് അറിയാലോ, mL/t⁻² by എന്താണ്? ലെങ്തിന്റേത് m. So its dimension ലെങ്തിന്റെ m അല്ല, ലെങ്ത് അല്ലേ, അപ്പൊ l. So its dimension is m⁻². Its dimension is m⁻². Okay, അപ്പോൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഏതൊരു ലിക്വിഡ്സിന്റെയും പ്രത്യേകത എന്താണ്? അത് ലീസ്റ്റ് സർഫസ് ആയിട്ട് ഇരിക്കാനാണ്, സർഫസ് ഏരിയ ആയിട്ട് ഇരിക്കാനുള്ളതാണ്. സോ ആ ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then surface energy. So work done to produce unit area of surface നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർഫസ് എനർജി എന്ന്
വിളിക്കുന്നത്. സോ സർഫസ് എനർജി എന്ന് പറയുന്നത് വർക്ക് ബൈ ഏരിയ എന്ന് പറയാം. സർഫസ് എനർജി ആസ് വർക്ക് ബൈ യൂണിറ്റ് ഏരിയ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ നമ്മളിവിടെ ഒരു ഫിലിം എടുക്കുകയാണ്. ഞാൻ അതിനെ PQRS എന്ന് ഡിനോട്ട് ചെയ്യാം. ഇത് ഒരു പെർട്ടിക്കുലർ എക്സ്റ്റെന്റ് എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റെന്റിൽ മൂവ് ചെയ്യും. സോ നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണെന്നുള്ളത് നമുക്ക് അറിയാം. ഡെൽറ്റ എക്സ് എന്ന് പറയാം. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ സർഫസ് എസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പഠിച്ചു. സർഫസ് ടെൻഷൻ എസ് ഈക്വൽ ടു F/L ആണെന്നുള്ള കേസ് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷനെ സോൾവ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കേസിലേക്ക് വരാം. എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ F ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് എഴുതി. ഇതാണ് വർക്ക് ഡണ്ടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഫോഴ്സിന്റെ ഇക്വേഷൻ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, എസ് ഇൻറ്റു എൽ എന്ന് എഴുതാലോ ഫോഴ്സിന്റെ ഇക്വേഷൻ. സോ W ഈസ് ഈക്വൽ ടു SL ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. SL ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോ ഒരു സർഫസിന്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സർഫസ് ഉണ്ട്, അതിന്റെ പുറത്ത് ഒരു സർഫസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് സർഫസുകൾ ഉണ്ട്. സോ ഇറ്റ് ഈസ് 2SL ഡെൽറ്റ എക്സ് ആണ് ആക്ച്വലി ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇത് അല്ല. ഓക്കെ, കാരണം ഇവിടെ രണ്ട് സർഫസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദാറ്റ് ഇക്വേഷൻ ബിക്കംസ് 2SL ഇൻറ്റു ഡെൽറ്റ എക്സ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏരിയ എന്ന് പറയുന്നതും ഇവിടെ വ്യത്യാസമുണ്ട്. ദാറ്റ്സ് ആൾസോ 2L ഡെൽറ്റ എക്സ്. ഏരിയ എന്ത് തന്നെയാണ്, 2L ഡെൽറ്റ എക്സ് ആണ്. അതായത് L ഇൻറ്റു ഡെൽറ്റ എക്സ്, ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ആണല്ലോ ഏരിയ, ലെങ്ത് L ആണ്. അതിന്റെ നമ്മൾ ആ ഒരു ചേഞ്ച് ഈ ഒരു കേസില് ഇതിന്റെ ലെങ്ത് നമ്മൾ ഇവിടുത്തെ ഈ ഒരു ചേഞ്ച് മാത്രമാണ് പറഞ്ഞത്. അപ്പോ ഈ ഒരു ലെങ്ത്തും ഇതും തമ്മിലുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോ L ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ രണ്ട് സർഫസ് ഏരിയാസ് ഉണ്ട്, അതുകൊണ്ടാണ് 2L ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തത്. അതേ കേസ് കൊണ്ട് തന്നെയാണ് വർക്ക് ഇവിടെ എന്തായത് 2SL ഡെൽറ്റ എക്സ് എന്നായത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർഫസ് എനർജി എന്ന് പറയുന്നത് 2SL ഡെൽറ്റ എക്സ് ബൈ 2L ഡെൽറ്റ എക്സ് ആണ്. ഇത് ക്യാൻസൽ ചെയ്തു. ഇവിടെ എന്താ കിട്ടിയത്, സർഫസ് എനർജി ഈസ് ഈക്വൽ ടു S. എന്താണ് S? സർഫസ് ടെൻഷൻ. It means that surface energy is equal to the surface tension itself. Surface energy is equal to surface tension itself. Okay ആണല്ലോ. ഓക്കെ, നമ്മൾ ലിക്വിഡ്സിന്റെ കേസിൽ ഡ്രോപ്സ് ആൻഡ് ബബിൾസ് എന്നുള്ള കേസാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ലിക്വിഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ലിക്വിഡ് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും, അതിന് ഞാൻ PL എന്ന് എടുക്കാം. അതുപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാവും, ദാറ്റ് ഈസ് കോൾഡ് PA. ഇപ്പോ ഇത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ലിക്വിഡിന്റെ സർഫസ് നമ്മൾ കാണുന്നത് ഒരു ഫ്ലാറ്റ് സർഫസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ഒരു കേസ് PA എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലിക്വിഡ് പ്രഷറിനേക്കാൾ കുറവാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ലിക്വിഡ് പ്രഷർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണുന്ന മെനിസ്കസ് എന്ന് പറയുന്നത് ഒരു എങ്ങനെയാ ഉയർന്ന രീതിയിലുള്ള ഒരു മെനിസ്കസ് ആയിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ലിക്വിഡ് പ്രഷർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണുന്നത് ഒരു ലോവർ മെനിസ്കസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഈക്വൽ ആണെങ്കിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ പോലെ ആയിരിക്കും ലിക്വിഡിന്റെ സർഫസ് കാണുന്നത്. ലെസ് ദാൻ ആണെങ്കിൽ നമുക്കൊരു അപ്പർ മെനിസ്കസ് ആയിരിക്കും, മറ്റത് ലോവർ മെനിസ്കസ് ആയിരിക്കും നമുക്ക് കാണാം. ഇതൊക്കെ നമുക്ക് ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഈ ടോപ്പിക്കില് ഒരു ഡ്രോപ്പിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ബബിളിന്റെ അകത്തുള്ള എക്സസ് പ്രഷർ എത്രയാണ്
ഇതാണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ പറയുന്നത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോ ശ്രദ്ധിക്കാം, നമ്മളിവിടെ ഒരു ഡ്രോപ്പ് കൺസിഡർ ചെയ്യും. ആ ഡ്രോപ്പിന്റെ റേഡിയസ് ഞാൻ R എടുക്കാം. അത് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് അത് ഇൻക്രീസ് ചെയ്യും. ആ ഡ്രോപ്പ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. സോ അതിന്റെ ആ ഡ്രോപ്പ് ഇൻക്രീസ് ചെയ്തത് dr ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ അങ്ങനെ ഒരു ഇൻക്രീസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു വർക്ക് വേണം. ഓക്കെ, സോ വർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ dr ആണ് ആ ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? പ്രഷർ ഇൻറ്റു ഏരിയ എന്നെടുത്തൂടെ, പി ഇൻറ്റു ഏരിയ എന്നെടുത്തൂടെ, പി ഇൻറ്റു ഏരിയ ഇൻറ്റു dr എന്ന് പറയാം. ബട്ട് ഏരിയ എന്ന് പറയുന്നത് ഒരു ഡ്രോപ്പ് ആണല്ലോ, നമ്മൾ സ്പെറിക്കൽ ഷേപ്പ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഡ്രോപ്പ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 4 പൈ r സ്ക്വയർ ആണ്. സോ 4 പൈ r സ്ക്വയർ dr ആണ് എന്ത്? വർക്ക് എന്ന് പറയുന്നത്. സോ വർക്ക് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു 4 പൈ r സ്ക്വയർ dr. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വൽ ഉണ്ടായിരുന്ന ഏരിയ വന്ന് തമ്മിലുള്ള ചേഞ്ച് ആണ് വേണ്ടത്. അപ്പോ 4 പൈ ഇൻറ്റു r പ്ലസ് dr ദ ഹോൾ സ്ക്വയർ മൈനസ് 4 പൈ r സ്ക്വയർ ആണല്ലോ ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് പറയുന്നത്. r എന്തായി? r പ്ലസ് dr ആയി. സോ ഇതാണ് അവിടുത്തെ ഇൻക്രീസ് ഇൻ ഏരിയ. അപ്പൊ അതൊന്ന് സോൾവ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. 4 പൈ ഇൻറ്റു r സ്ക്വയർ പ്ലസ് 2r dr പ്ലസ് dr സ്ക്വയർ മൈനസ് 4 പൈ r സ്ക്വയർ. ഇതില് നമ്മൾ പറയാണ് dr is very small with compared to r. dr is very small which compared to r. So dr square can be neglected. അതിന് എന്ത് ചെയ്യാം? നെഗ്ലെക്ട് ചെയ്ത് കളയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സസ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 4 പൈ r സ്ക്വയർ മൈനസ് 4 പൈ r സ്ക്വയർ ക്യാൻസൽ ചെയ്തു. പിന്നെ എന്താണ്? 4 പൈ ഇൻറ്റു 2r dr എന്ന് പറഞ്ഞാൽ 8 പൈ r dr. ഇത് നമ്മൾ നെഗ്ലെക്ട് ചെയ്തു. സോ എക്സസ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് 8 പൈ r dr എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ കാണേണ്ടത്? എന്താണ് പറഞ്ഞത്? എന്താണ് നമ്മൾ ഇവിടെ കാണുന്നത്? എക്സസ് പ്രഷർ ആണ് നമ്മൾ കാണുന്നത്. എക്സസ് പ്രഷർ ആണ് ഇവിടെ കാണുന്നത്. സോ അത് നമ്മൾ കാണാൻ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വർക്ക് ബൈ ഏരിയ ചെയ്യും. ഇവിടെ വർക്ക് ബൈ ഏരിയ എന്ന് പറയുന്നത് നമ്മളിവിടെ ചെയ്യാം. സോ വർക്ക് ബൈ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും. എന്താ കിട്ടുക? വർക്ക് എന്ന് പറയുന്നത് നമ്മൾ അവിടെ എഴുതി വെച്ചു. എന്താണ്? P ഇൻറ്റു 4 പൈ r സ്ക്വയർ dr എന്ന് എഴുതി. ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 8 പൈ r dr എന്ന് കിട്ടി. dr ക്യാൻസൽ ചെയ്തു, r ക്യാൻസൽ ചെയ്തു, പൈ ക്യാൻസൽ ചെയ്തു, ഇവിടെ ക്യാൻസൽ ചെയ്തു, ഇവിടെ 2. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു PR ബൈ 2 ആണ് കിട്ടിയത്. എന്താ വർക്ക് ബൈ ഏരിയ? നമുക്കറിയാം ഇത് സർഫസ് ടെൻഷൻ ആണെന്ന് അറിയാം. സോ സർഫസ് ടെൻഷൻ, that is surface energy, the surface energy is nothing but the surface tension. So that is S ആണ്. So S is equal to PR by 2 എന്ന് കിട്ടി. സോ അതിൽ നിന്ന് പ്രഷർ ആണല്ലോ നമുക്ക് വേണ്ടത്. സോ പ്രഷർ is equal to 2S by R. That is the excess pressure inside a liquid drop. And in the case of a bubble, that bubble has two surfaces, that is inside one and
outside one. So the excess pressure inside a bubble എന്ന് പറയുന്നത് we have P is equal to 4SR ആണ് for the bubble. This is for drop and this is for bubble. ബബിളിന്റെ കേസിൽ അത് 4s by r ആണ്. എന്നാൽ ഒരു ഡ്രോപ്പിന്റെ കേസിൽ അത് 2s by r ആണ്. ക്ലിയർ ആണല്ലോ? This is the derivation for the excess pressure inside excess pressure for the bubble and the drop. Okay, then the last one, that is capillary rise. Capillary rise. ഇപ്പോൾ capillary rise എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കത് ആദ്യം അറിയാണല്ലോ അല്ലേ? Capillarity എന്ന് പറയുന്നത് rise or fall of a liquid through a small hole. ഒരു ചെറിയ ഹോളിലൂടെ അല്ലെങ്കിൽ ഒരു ട്യൂബിലൂടെ ലിക്വിഡിന്റെ റൈസിങ്ങിനെയോ ഫാളിങ്ങിനെയോ നമ്മൾ പറയുന്ന പേരാണ് കാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് കാപ്പിലറി റൈസ് ഉണ്ട്, കാപ്പിലറി ഡിപ്രഷൻ ഉണ്ട്. കാപ്പിലറി റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇത് ഡിക്രീസ് ചെയ്യും. ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ട്യൂബ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്യൂബില് ഇത്രയും ലിക്വിഡ് നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ ആ ട്യൂബിൽ ഉണ്ടാവുക ഇങ്ങനെയായിരിക്കും ലിക്വിഡ് ഉണ്ടാവുക. അതിനെന്ത് പറയാം? കാപ്പിലറി ഡിപ്രഷൻ പറയും. ഇതെന്താണ്? കാപ്പിലറി റൈസ് ആണ്. അപ്പൊ കാപ്പിലറി റൈസിന്റെ കേസിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഹൈറ്റ് ഓഫ് ദ ഈ ഒരു ഹൈറ്റ് ആണ്, h ആണ്, ഹൈറ്റ് ഓഫ് ദ കാപ്പിലറി റൈസ്. ആ കാപ്പിലറി റൈസിന്റെ ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് നോക്കാം? ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ട്യൂബ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിലുള്ള പ്രഷർ പി എ ആണ്, താഴെയുള്ള പ്രഷർ ആ ലിക്വിഡിന്റെ പ്രഷർ എന്ന് പറയുന്നത് PO എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ PL എന്നും ഡിനോട്ട് ചെയ്യാം. ഇപ്പൊ നമ്മളിവിടെ ജസ്റ്റ് എടുത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R അല്ലെങ്കിൽ A, ഇവിടെ A എന്നാണ് ഡിനോട്ട് ചെയ്തത്. R എന്നോ A എന്നോ ഉണ്ടാവാം. ഇതിവിടെ R എടുത്തുകൊണ്ടാണ് ഇവിടെ A എടുത്തത്. ഇതിന് വേണമെങ്കിൽ R ഡാഷ് എന്നൊക്കെ ചില ബുക്കില് ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മളൊരു ഡ്രോപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതൊരു ഡ്രോപ്പ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഒരു ഡ്രോപ്പിന്റെ കേസിലുള്ള പ്രഷർ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രഷർ ആണ്. സോ PO മൈനസ് PA ആണ് ആ ഒരു ചേഞ്ച് ഇൻ പ്രഷർ. അത് എന്ന് പറയുന്നത് ഇവിടെ 2s by r ആയിരിക്കും. 2s by r ആണ് ഇവിടുത്തെ ചേഞ്ച് ഇൻ പ്രഷർ ഉണ്ടാകുന്നത്. സോ 2s by r ആണ് ഇവിടുത്തെ ചേഞ്ച് ഇൻ പ്രഷർ. then അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അറിയാം PO മൈനസ് PA എന്ന് പറയുന്നത് h rho g ആണെന്നുള്ളത് നമുക്കറിയാം അല്ലെ? ചേഞ്ച് എന്ന് പറയുന്നത് h rho g ആണെന്ന് അറിയാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 2s by r ആണ്. ഓക്കെ, then ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് A എന്ന് പറയുന്നത്, ഇത് R ആണ്, ഇത് തീറ്റയാണ്. then ഈ ഒരു ഇക്വേഷനിൽ നിന്ന് cos theta is equal to ഈ A എന്ന് പറയുന്നത് എന്തിന്റെ റേഡിയസ് ആണ്? റേഡിയസ് ഓഫ് ദാറ്റ് ട്യൂബ് ആണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം. R കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര ഈസി അല്ല. റേഡിയസ് ഓഫ് ദാറ്റ് ട്യൂബ് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അതാണ് A എന്ന് പറയുന്നത്. പക്ഷെ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എന്താണ്? ആ ഒരു ബബിളിന്റെ റേഡിയസ്. അത് അത്ര പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ R നെ മാറ്റി നമ്മൾ ഈ റേഡിയസിന്റെ ടേമിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് ഇവിടെ cos theta എന്ന് പറയുമ്പോൾ adjacent by hypotenuse ആണ്. hypotenuse here it is R ആണ്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് R ഈക്വൽ A അല്ല R ആണ് വേണ്ടത്. R ഈക്വൽ എന്ത് എഴുതാം? നമുക്ക് cos theta യുടെ ടേമിലേക്ക് വരുമ്പോ എന്ത് എഴുതാം? R ഈക്വൽ ടു A by cos theta എന്ന് എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ h rho g is equal to 2s by A by cos theta എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാം നമുക്ക് അതിനെ. സോ ഫ്രം ദാറ്റ് h rho g equal to 2s cos theta by A. സോ നമുക്ക് എന്താ വേണ്ടത്? ഹൈറ്റ് ആണ് വേണ്ടത്. സോ h equal to 2s cos theta by rho g A. So this is the equation for capillary height.
കാപ്പിലറി ട്യൂബിലൂടെ ഉള്ള ആ ഒരു ഹൈറ്റിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ വരുന്നത്. ഇപ്പൊ കാപ്പിലാരിറ്റി എന്ന് പറയുന്നത് റൈസ് ഓർ ഫാൾ ഓഫ് ലിക്വിഡ് ത്രൂ എ നാരോ ട്യൂബിലൂടെയുള്ള ലിക്വിഡിന്റെ റൈസിങ്ങിനെയോ ഫാളിങ്ങിനെയോ നമ്മൾ പറയുന്ന പേരാണ് capillarity. If it is rising, then it is called capillary rise. Falling ആണെങ്കിൽ it is capillary depression. So in the case of a capillary rise ന്റെ കേസിൽ നമുക്ക് ഇവിടെ എന്ത് പറയാം? ചേഞ്ച് ഇൻ പ്രഷർ is എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഇസ് 2s/r ആണ്. ഇത് നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതൊരു ഡ്രോപ്പ് ആയിട്ടാണ്, ലിക്വിഡ് ഡ്രോപ്പിനെ പോലെയാണ്. ആ ലിക്വിഡ് ഡ്രോപ്പ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഡ്രോപ്പിലെ എക്സസ് പ്രഷർ ആണ് നമ്മൾ പറഞ്ഞത് എന്ത് 2s/r എന്നുള്ളത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഫൈനലി കിട്ടുന്നത് h is equal to 2s cos theta by rho GA. ചില ബുക്കില് എയുടെ സ്ഥാനത്ത് r ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോ എ എന്ന് പറയുന്നതിന് നമ്മൾ അവിടെ r ആയിട്ട് എടുക്കുകയാണെങ്കിൽ r എന്ന് പറയുന്നത് നമ്മൾ എടുത്തതിനെ r ഡാഷ് എന്ന് എടുക്കേണ്ടി വരും. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കുന്നത്, ഇതുവരെ ചോദിച്ചിട്ടുള്ളതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബെർണോളീസ് പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആ ബെർണോളീസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻസ് രണ്ടെണ്ണം ഉണ്ട്. അത് രണ്ടും എല്ലായ്പ്പോഴും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ എടുത്ത എല്ലാ ഡെറിവേഷൻസും ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് എടുത്ത കാപ്പിലറി റൈസിന്റെ ഇക്വേഷനും എന്ത് ചെയ്തിട്ടുണ്ട്? എക്സാമിന് ചോദിച്ചിട്ടില്ല. അപ്പൊ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത, ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡയറക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ വീഡിയോ എന്ന് പറഞ്ഞ് ഇതിന്റെ കൂടെ ഇടുന്നില്ല. ഇതാണ് നമ്മുടെ വീഡിയോ. ഇതിനകത്ത് തന്നെ ഉണ്ട് നമുക്ക് ഇതുവരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതില് അഡീഷണൽ ആയിട്ട് ചോദിക്കുക ഏതെന്നാണ്? നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ പാസ്കൽ ലോയെ വെച്ചുകൊണ്ട് അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കാനുണ്ടായിരുന്നു? ഫോഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അത് വെച്ച് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ആ പ്രോബ്ലംസ് മാത്രം അഡീഷണൽ ആയിട്ട് ചെയ്ത് നോക്കുക. ബാക്കി എല്ലാം നമ്മുടെ ഈ ബുക്കിനകത്ത് നിന്ന് തന്നെയാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നോട്ട് മാത്രം നോക്കിയിട്ട് എന്ത് എഴുതരുത്? നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതരുത്. അതിനകത്ത് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വീഡിയോ കണ്ട് എന്ത് എഴുതണം? നോട്ട് എഴുതണം. ഓക്കെ, ക്ലിയർ?